ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഞാനും ഇപ്പോൾ നോക്കുന്നതാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ആദ്യം പാറ്റേണിലൂടെ തന്നെ ഓടി നോക്കാം. ഇവിടെ ആദ്യത്തെ റോയിൽ ഫുള്ളായിട്ട് സ്റ്റാർ പ്രിൻ്റ് ആയത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 2 ഇവിടെ പിന്നെ നോക്കുമ്പോൾ 3i 2i 1iയിൽ ഒന്നും പ്രിൻ്റ് ആകുന്നില്ല. പിന്നെ 4iയിൽ പ്രിൻ്റ് ആകുന്നുണ്ട്. അത് നമുക്ക് ഈ സ്റ്റാർ വരുത്താൻ നോക്കാം ഫുള്ളായിട്ടൊക്കെ. അതെങ്ങനെ വരുത്തേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എത്ര സ്റ്റാർ ഉണ്ട്? 3ഉം 3ഉം 4. അപ്പോൾ 3. അപ്പോൾ നമുക്ക് വേണ്ട റോ 4. ഞാനിവിടെ ij കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് റോസ് 4. ഈ ഫോർ ലൂപ്പിൽ i = 1 തൊട്ട് i <= n വരെ i++. j സ്റ്റാർട്ട് ചെയ്യേണ്ട 1 തൊട്ട് j <= എത്ര വേണം നമുക്ക്? j 1 2 3 6 വേണം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് റോസ് 6 അസൈൻ ചെയ്തിട്ടുണ്ട്. റോ അല്ല, കോളം j++. ഇനി ഇവിടെ ജസ്റ്റ് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാർ കൊടുത്താൽ നമുക്ക് ആ സ്റ്റാർ ഫുള്ളായിട്ട് പ്രിൻ്റായി വരും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട അതല്ല. നമുക്ക് വേണ്ടതിൽ ചില മാറ്റങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്പേസ് 3 3 4. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് റോ, തേർഡ് റോ. ഇവരൊക്കെ പ്രത്യേകത എന്ന് പറയാനാണ് ഒന്നുമില്ല. ഇനി ഫസ്റ്റ് റോ ആകുമ്പോൾ മൊത്തത്തിൽ സ്റ്റാർ, സെക്കൻഡ് റോയിൽ സെക്കൻഡ് പൊസിഷൻ, അതുപോലെ 2i പൊസിഷൻ ഒക്കെ സ്റ്റാർ. അപ്പോൾ ഇത് 3 3 4 4 4 2 2 ഇവിടെയും വരുന്നുണ്ട് ചുറ്റും. ഇതിന് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ j = i, അതായത് j ഇവിടെ i2 അല്ലേ, i2. അതുപോലെ ഇവിടെ 2 രണ്ടാമത്തെ കോളത്തിലാണ് പ്രിൻ്റ് ആകുന്നത്. അതുപോലെ 4 5 ഇത് 5 6. ഇതെന്ന് വെച്ചാൽ 2 mod 2 എന്ന് വെച്ചാൽ 0 അല്ലേ. അതുപോലെ 2 mod 4 mod 2 എന്ന് വെച്ചാലും 0 അല്ലേ, റിമൈൻഡർ. ആ ഒരു ഈ ഒരു ലോജിക്ക് വരുന്നതാണെന്ന്. പക്ഷേ ഇത് ഫുള്ളായിട്ട് പ്രിൻ്റ് ആണ്. അത് കൊടുക്കണ്ടിക്കൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് j mod i കൊടുക്കാം = 0 ആകുമ്പോൾ പ്രിൻ്റ് പെർസെൻറ്റേജ് ഇവിടെ i ഒക്കെയാണ് പ്രിൻ്റ് ആയി കാണുന്നത്. ഇവിടെ കാണുന്നില്ലേ 2 2 2 3 3 4 അങ്ങനെയൊക്കെയല്ല പ്രിൻ്റ് ആകുന്നു. എൽസ് ആകുമ്പോൾ ഇതും പ്രിൻ്റ് ആകാൻ കൊടുത്താൽ എന്താ നടക്കുന്നത് നോക്കാം. ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത്, ഇവിടെ കണ്ടീഷനായിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഓപ്പറേറ്റർ i ഞാൻ കൊടുക്കുന്ന ഒരു ടൈപ്പ് എഴുതിയ *1. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? കുറച്ച് ടൈപ്പ് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഈ ഒരു വിധത്തിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അതായത് ഈ ഇവിടെ ഞാൻ കൊടുത്ത ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്ക് 2 2, അതായത് 2 4 6, ഇവിടെ 3 6, അതായത് ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിളിലാണ് നമ്പേഴ്സ് പ്രിൻ്റ് ആകുന്നത്. അതുപോലെ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഞാൻ കോമണായിട്ട് ഇത് നോക്കിയപ്പോൾ ഇവിടെയും 2ഉം 2 ആണ് ഇതിൻ്റെ പൊസിഷൻ, അതായത് ഐയും 2 ആണ് ജെയും 2 ആണ്. ഇവിടെ ഐ 2 ആണ് ജെ 4 ആണ്. അപ്പോൾ ഇവിടെ ഐയും ജെയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാനാവില്ല. പക്ഷെ ഐ മോഡ് 2 ഈക്വൽ ടു അതായത് ഐ മോഡ് ജെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇത് തലയിരിച്ച് കൊടുത്താൽ വർക്കാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഐ മോഡ് ജെ ഈക്വൽ ടു 0 ഇല്ല, വർക്കാവില്ല. കാരണം ഇവിടെ 4 ഇത് എന്തുകൊണ്ടാണ് വർക്കാവുന്നത്? ഞാൻ നോ പേപ്പർ ഇതുപോലെ ഇവിടെ ഐ 2 ആണ് ജെ 2 ആണ്. അവിടെ 2/2 ഈക്വൽ ടു 0 എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയായിരിക്കും. ഇനി ഇവിടുത്തെ കേസ് എടുത്താൽ ഇവിടെ എടുത്താൽ ഐ 2 തന്നെയാണ്, ഐ 2 ആണ്, ജെ എത്രയാണ് അവിടെ? ജെ 4 ആണ്. ഇനി ജെ മോഡ് ഐ നമ്മൾ ഉപയോഗിച്ചാൽ ജെ എത്രയാ? 4 മോഡ് 2 എത്രയാ? 4/2 ചെയ്താൽ 0 ആണ് റിമൈൻഡർ. പക്ഷെ ഇതിനെ തലതിരിച്ച് ചെയ്താൽ 2 മോഡ് 4 എന്ന് കൊടുത്താൽ 2/4 ചെയ്താൽ 2/2, അതായത് 2/4 ചെയ്താൽ ഇത് 2/4 എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം തന്നെ നമുക്ക് റിമൈൻഡർ 2 ആണ് കിട്ടും. അതായത് 4 2ൽ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യില്ല. ഇനി നമ്മൾ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ 2 ആണ്. ആ ഒരു കേസ് വർക്കാവില്ല, അതായത് ഐ മോഡ് 2 വർക്കാവില്ല. അതുകൊണ്ടാണ് ജെ മോഡ് ഐ ഞാൻ കൊടുത്തത്. ഓക്കെ, പിന്നെ ഞാൻ കൊടുത്ത ആ ഒരു ടൈപ്പും കൂടി കൊടുത്തപ്പോൾ നമുക്ക് വേണ്ട സൊല്യൂഷൻ കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, ഇന്ന് ടൈപ്പ് ചെയ്യാൻ കൊടുത്ത ഈ ഒരു സാധനം ഒഴിവാക്കിയാൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് വരില്ല. കാണുന്നില്ലേ, ഇവിടെ 1 പ്രിൻ്റ് ആയി വന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കണ്ടീഷനും ട്രൂ ആണ്. ഐ നോട്ട് ഈക്വൽ ടു 1 ആവുന്നതാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തത്. ഈ 2 കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ ഇവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് ഇത് പ്രിൻ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആകുന്ന സമയം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Bye bye, take care, thank you for watching.